രാവിലെ ആണെങ്കിൽ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച്, നമ്മുടെ ചെട്ടുകുളങ്ങര അമ്പലത്തിൽ. അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാൻ നേരം ഈ തേരൊക്കെ കണ്ട് ഞാനും അപ്പച്ചിയും മാമനും ഞങ്ങളെല്ലാവരും കൂടാണ് അമ്പലത്തിൽ പോയത്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്ന് ഇവിടെ ഉത്സവമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുക്കുവിൻ്റെ കുറേ കൂട്ടുകാരുണ്ട്. കുക്കു ഇപ്പോൾ വലുതായതുകൊണ്ട് കൂട്ടുകാരൊക്കെ വീട്ടിൽ വരാനൊക്കെ ആയി. അപ്പോൾ അവന്മാരോടൊക്കെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അവന്മാർ ഞാൻ കയറി ചെന്നപ്പോഴേ പറഞ്ഞു, അയ്യോ ചേച്ചി ഞങ്ങളുടെ വീഡിയോ എടുക്കല്ലേ എന്ന്. ഞാൻ പറഞ്ഞ്, ഏയ് ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കത്തില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യാനാ, നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുഞ്ഞമ്മ ചോറ് വിളമ്പുവാണ് എനിക്കും കുഞ്ഞമ്മയ്ക്കും. ഞാൻ എന്തായാലും ഒരു 2:30 ആയപ്പോഴാണ് വന്നത്. കാരണം തിരക്കൊക്കെ ഇങ്ങോട്ട് മാറട്ടെ, സ്വസ്ഥ സമാധാനമായിട്ടൊരു പിടി ബിരിയാണിയിൽ പിടിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇന്ന് ബിരിയാണിയാണ് കുഞ്ഞമ്മ വെച്ചത്. അത് നല്ല മഞ്ഞ റൈസ് ബിരിയാണി. അപ്പം ഞാൻ എല്ലായിടത്തുനിന്നും കഴിച്ചിട്ടില്ല, കുഞ്ഞമ്മ എടുക്കുന്നതാണ് മഞ്ഞ റൈസ് കഴിക്കാറുള്ളത്. പക്ഷെ നല്ല അടിപൊളി ബിരിയാണിയാണ്. പിന്നെ ഈ വിരുന്നിനൊക്കെ ഇങ്ങനെ വിളിക്കുന്നവർ വരുമല്ലോ, അപ്പോൾ അവർ കൊണ്ടുവന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ കേക്ക്, പിന്നെ നമ്മുടെ അലുവ, അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ്. അപ്പോൾ അതിൻ്റെ എല്ലാ പങ്കും കൊണ്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ കുനിഞ്ഞ് നിന്നാൽ എന്തും നീ അടിച്ചുകൊണ്ട് പോകും എന്നുള്ള ചിരിയിലാണ് കുഞ്ഞമ്മ. മഞ്ച് പോലും ഞാൻ വെറുതെ വിടില്ല, അത് സഹിതം ഞാൻ എടുത്ത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ യാത്ര അയക്കാൻ വേണ്ടി വെളിയിൽ വന്ന് നിൽക്കുവാണ്. ഞങ്ങൾ പിന്നെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ കാളെ പിടിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഈ സമയമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം നന്ദപ്പൻ ഇല്ലായിരുന്നു. അപ്പം നന്ദപ്പനെ കുഞ്ഞമ്മയുടെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ച്. നമ്മുടെ റോഡ് പണി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഇളക്കിയിട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡിൽ കൂടെ പോകാൻ, പ്രത്യേകിച്ച് ഈ സ്കൂട്ടർ 2 വീലർക്കാർക്ക്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ 3:30 വെയിൽ കണ്ടില്ലോ, എന്തോ ഫീലാണ്. പിന്നെ എനിക്ക് കഫേയിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ കഫേയിലൊക്കെ ഒന്ന് കയറി എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൊടുത്തിട്ട് നന്ദുവിനെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നേരം കുഞ്ഞമ്മയുടെ അവിടെ നിന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം വെയിൽ കാരണം കുറച്ച് നേരം തിരിഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് നോക്കിയില്ല. വീട്ടിൽ വന്ന ഉടനെ ഞാൻ അവൾക്ക് പാല് കാച്ചുവാണ്. അവൾക്ക് പാല് വേണമെന്ന് പറഞ്ഞ് ചായ ഇട്ട് തട്ടേ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, ചായ വേണ്ട, പാലായിട്ട് തന്നാൽ മതിയെന്ന്. പിന്നെ നമുക്ക് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്ര മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ഒത്തിരി എടുക്കുന്നില്ല, രാത്രിയിലത്തേക്ക് മാത്രം മതി. ബീഫ് ഇവിടെ ആരും കഴിക്കത്തില്ല, ഞാനും അണ്ണനും മാത്രമേ ബീഫ് കഴിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടി മാത്രമാണ് ഈ ബീഫ് എടുത്തത്. നമുക്ക് 2 പേർക്കും ഇത്രയും മതിയല്ലോ ഒരു നേരത്തേക്ക്, വെറുതെ വെച്ച് കളയേണ്ട ആവശ്യം ഇല്ലെന്നോർത്ത് ഞാനപ്പം ഇതെല്ലാം അരിയുവാണ്. അരിഞ്ഞ് കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഈ വിശേഷ സമയത്തൊക്കെ നമുക്ക് ബീഫ് അരിയാതെ അവർ തരത്തുള്ളൂ, നമ്മൾ വേണേ അരിയണം. പിന്നെ ഞാൻ അടുപ്പങ്ങ് കത്തിച്ച് നമ്മുടെ ചീനിച്ചട്ടി നന്ദി ഇതിന് പറയുന്നത്, ഈ ഭയങ്കര വെയിറ്റ് ഈ സാധനത്തിന്, ഇതിനെന്തോ പറയുന്നത്, ഈ സംഭവം എടുത്ത് ഇതിനകത്തോട്ട് വെച്ച്, എന്നിട്ട് നമ്മുടെ പച്ചക്കുപ്പിയിലെ വെളിച്ചെണ്ണ, പച്ചക്കുപ്പി എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞ്, പച്ചക്കുപ്പിയിലെ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു. പിന്നെ തീ അങ്ങ് ആളെ ആവേശപൂരിതമായി കത്തിലാണ്. പിന്നെ സവാളയ്ക്ക് അത് ഇച്ചിരി ഉപ്പൂടിട്ടാണ് ഞാനൊന്ന് ഇളക്കുന്നത്. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ സവാള വെന്ത് കിട്ടും. അതിപ്പോൾ അടപ്പയിലാണെങ്കിലും ഗ്യാസിലാണെങ്കിലും. പക്ഷെ നല്ല തീയാണ്. തീ കണ്ടില്ലേ, തീ കാണുമ്പോൾ എന്ത് രസമുണ്ട് കാണാനല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട് തീ. അത് കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് കുറച്ച് തക്കാളി അരിഞ്ഞതിടാമെന്ന്. ഈ കുഴഞ്ഞു വരുന്ന പരുവത്തിനാണ് ഉള്ളി, ആ സമയത്ത് നമുക്ക് തക്കാളി ഇട്ടാൽ നല്ലതാണ്. എൻ്റെ സ്പീഡിളക്കം കണ്ടില്ലയോ, ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം അടുക്കി പിടിച്ചു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്നിട്ട് ഞാൻ കുറച്ച് തീ അങ്ങ് മാറ്റി, ഇത്രയും തീ ആളി എടുത്തു കഴിഞ്ഞാലോ എന്നോർത്ത്. പിന്നെ ഞാൻ ആ ബീഫും കാര്യങ്ങളും മസാലയെല്ലാം ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് നല്ലപോലെ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചു കൊടുത്തു, കാരണം അത്രയും ബീഫ് വെന്ത് വരണമല്ലോ. അപ്പോൾ കുറച്ച് താമസിക്കും. ഞാനാണെങ്കിൽ നമ്മുടെ കുക്കറിലൊന്നും അല്ല അടിച്ചത്, അല്ലാതെ ഇതിൽ തന്നെ ബീഫ് ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ഞാനൊരിത് കറിയായിട്ട് എടുക്കണ്ട, എനിക്കെപ്പോഴും റോസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ മിക്കവാറും മേടിച്ചാലും കറിയാണ് വെക്കുന്നത്. ഇന്ന് എന്തായാലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് റോസ്റ്റ് ചെയ്ത് അത് എടുത്തത് മൊത്തം റോസ്റ്റ് ചെയ്ത്, അല്ലാതെ പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും ആക്കിയില്ല. എന്നിട്ട് ഞാനിങ്ങനെ അതൊന്ന് വറ്റി അതിനകത്ത് വെള്ളമയം എല്ലാം മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്, ഇളക്കി. അത് തന്നെയല്ല, നമുക്കൊരു കറുത്ത കളർ വേണമല്ലോ ബീഫ് റോസ്റ്റിൻ്റെ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാണ് ഇതിനകത്തിട്ട് ഇങ്ങനെ ഇളക്കി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കറുത്ത നിറവും കിട്ടും, ഭയങ്കര രുചിയും കിട്ടും. ഇങ്ങനെ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും
നമ്മൾ അരച്ച് പച്ചമുളകും കൂടെ അരച്ചാണ് ചേർത്തേക്കുന്നത്. പിന്നെ എല്ലാം മസാല ഇട്ട് പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഇട്ടേന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളക് പൊടി, നമ്മുടെ കുറച്ച് തക്കാളിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് അടിച്ചിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്ത്. അതാണ് സ്പെഷ്യലായിട്ടല്ല. ഞാൻ ബീഫ് മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ഇട്ടില്ല. പെരുംജീരകവും പിന്നെ നമ്മുടെ മറ്റേ മസാലക്കൂട്ടെല്ലാം കൂടെ അടിച്ചതും കൂടെ അതാണ് ഇച്ചിരി ഏറെ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല മണമായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ എടുത്തുള്ളൂ. ഞാനാണെങ്കിൽ വളരെ കുറച്ച് ബീഫ് കഴിക്കാറുള്ളൂ. നന്ദപ്പനാണെങ്കിൽ കുറച്ച് കൊടുത്തു. അവൾക്ക് എന്തായാലും കുരുമുളക് ഇട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും കഴിക്കും. ആദ്യം സ്വന്തമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വാരി തരണമെന്നായി. അപ്പോൾ പിന്നെ ഞാൻ വാരി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അല്ലേ 4 വറ്റ് വയറ്റിലോട്ട് വീഴത്തുള്ളൂ. ആ 4 വറ്റ് വയറ്റിലോട്ട് വീഴാൻ വേണ്ടിയാണ് ഞാൻ വാരി കൊടുക്കാനിരുന്നത്. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു അവൾക്ക് ഫോൺ കൊടുക്കണമെന്നുള്ളത്. അതിനുശേഷം ഫോൺ തിരിച്ച് മേടിച്ചപ്പം കരഞ്ഞുകൊണ്ട് സോപാനത്തെ വന്ന് കിടക്കുവാണേ. എന്നാലും സാരമില്ല, ഫുഡ് കഴിക്കാൻ നേരവും കൊടുക്കത്തില്ല. ഒരു ദിവസം ഏതെങ്കിലും ഒരു വട്ടം കൊടുക്കും. ആ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മളിവിടെ കരഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.